Hi friends, welcome to ATHUL'S travel folio. അങ്ങനെ നമ്മളിന്ന് ട്രാവലോഗോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുന്നേ ഒരു ഹെൽമെറ്റിന്റെ റിവ്യൂ എല്ലാം ഇട്ടിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഇപ്പോൾ ആസ്പിഡയുടെ ഹെൽമെറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിവ്യൂ കൂടി ഇടാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളിന്ന് ഹെൽമെറ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആസ്പിഡയുടെ ടൂറൻസ് എന്ന് പറയുന്ന ഹെൽമെറ്റ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പം ആസ്പിഡ 2 മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ടൂറൻസും ഡിസ്കവറിയും. ഇപ്പം ഇതിൽ നമ്മൾ ടൂറൻസിന്റെ റിവ്യൂ ആണ് ഇടുന്നത്. നെക്സ്റ്റ് റിവ്യൂ നമുക്ക് ഡിസ്കവറിയിൽ ഇടാം. അപ്പം നമുക്ക് ഈ ഹെൽമെറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ച് ആദ്യം നോക്കാം. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 4750 ആണ്. പ്രൈസ് റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം അറിയേണ്ടത് ഇതിന്റെ വെയിറ്റ് ആണ്. അപ്പം ഇതിനൊരു 1450 ഗ്രാംസ് വരും ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പോളികാർബണേറ്റ് മെറ്റീരിയൽ വരുന്ന എല്ലാ ഇമ്പോർട്ടഡ് ഹെൽമെറ്റ്സിനും ഈ ഒരു വെയിറ്റ് റേഞ്ച് തന്നെയാണ്. ഇതിന്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ECE സർട്ടിഫൈഡ് ആണ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ്. സിംഗിൾ സർട്ടിഫിക്കേഷൻ ആണ് ഇതിനുള്ളത്. നമുക്ക് സാധാരണ നോർമലി ചില ഹെൽമെറ്റ്സിൽ വരുമ്പോൾ നമുക്ക് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ വരും, ഡോട്ട് ECE സ്റ്റാൻഡേർഡ് വരും. ഇതിന് നമുക്ക് ECE സ്റ്റാൻഡേർഡ് ആണ്. ECE സ്റ്റാൻഡേർഡ് ഡോട്ടിൽ നിന്നും ഒട്ടും തന്നെ പിന്നിലല്ല, ഏതാണ്ട് ഡോട്ടിനോട് ലെവൽ അല്ലെങ്കിൽ അതിന് ഒരുപടി മേലെ ആണ് ECE സ്റ്റാൻഡേർഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. പിന്നെ പെയിന്റ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് വിസ്റ്റാൻഡ് ചെയ്യുമെന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ന്യൂലി ലോഞ്ച്ഡ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് മുന്നോട്ട് യൂസ് ചെയ്ത ഒരു യൂസർ റിവ്യൂ ഒരു കുറച്ച് നാൾ ഫ്രണ്ട്സിൻ്റെ എല്ലാം കളക്ട് ചെയ്ത ശേഷം ഞാനത് പിന്നീട് ഇടാം. ഇപ്പം അത്യാവശ്യം നോക്കുമ്പോൾ ആ ഒരു പെയിന്റ് ക്വാളിറ്റി എല്ലാം ഒരു പ്രീമിയം ഫീൽ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ബീഡിംഗ് ഒക്കെ ആണെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല, അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഇതിന്റെ വൈസറാണ്. അതായത് ഇതിന്റെ പ്രൈമറി വൈസർ വന്നിട്ട് സ്മോക്ക് വൈസറാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഡ്യുവൽ വൈസർ ഹെൽമെറ്റ് ആണ്. അപ്പം ഇതിന്റെ പ്രൈമറി വൈസർ സ്മോക്ക് വൈസറും, അപ്പം ഇതിന്റെ അകത്ത് വരുന്ന സെക്കൻഡ് വൈസർ വന്നിട്ട് നമുക്ക് UV കോട്ടഡ് ക്ലിയർ വൈസറാണ് വന്നിരിക്കുന്നത്. നോർമലി മിക്ക ഹെൽമെറ്റ്സിലും ഇത് തിരിച്ചാണ് വരാറ്. കാരണം പുറത്ത് പ്ലെയിൻ വൈസറും അകത്ത് സൺവൈസറുമാണ് നോർമലി വരാറുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് തിരിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്പെയർ ആയിട്ട് നമുക്ക് പ്ലെയിൻ വൈസർ വാങ്ങാൻ കിട്ടും. അത് പിൻലോക്ക് റെഡി വൈസറാണ്. പക്ഷേ ഇത് പിൻലോക്ക് റെഡി വൈസർ അല്ല. ക്ലിയർ വൈസറിൽ പിൻലോക്ക് ഓപ്ഷൻ വരും, അത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നോക്കുന്നത് അത്യാവശ്യം എയറോഡൈനാമിക്സ് ആണോ എന്നുള്ളതാണ്. കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു ഷേപ്പിംഗ് എയറോഡൈനാമിക് ഷേപ്പിംഗ് തന്നെയാണ്. നമുക്കറിയേണ്ടത് നമ്മൾ മെയിൻലി റൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വെൻസ്, അതായത് കാറ്റ് നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ്. എയർ വെൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ചിന്നിന്റെ അവിടെ ആ ഒരു എയർ വെന്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് പോർഷനിൽ ലെഫ്റ്റും റൈറ്റും, അങ്ങനെ ടോട്ടലി ഫ്രണ്ടിൽ നിന്ന് നമുക്ക് 3 എയർ വെന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ എക്സോസ്റ്റ് ആയിട്ട് ബാക്കിൽ വരുന്നുണ്ട്, പുറത്തോട്ട് പോകാനായിട്ട് എയർ. പിന്നെ അത്യാവശ്യം നോക്കുവാണെങ്കിൽ ഹെൽമെറ്റ് അത്യാവശ്യം ലുക്കും കാര്യങ്ങളും ഉണ്ട്. ഒരു 4 ഗ്രാഫിക്സ് മോഡലാണ് ഇതിനുള്ളത്. പിന്നെ അതിൽ വന്നിട്ട് കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പം നിലവിൽ 4 ഗ്രാഫിക്സ് മോഡലുണ്ട്. അപ്പോൾ 2 എണ്ണം എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്.
റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് നോക്കുന്നത് സ്പീക്കർ പോക്കറ്റ്. കാരണം ഇന്റർകോമും അതുപോലുള്ള കാര്യങ്ങളും വെക്കുമ്പം അതിനുള്ള സ്പീക്കർ പോക്കറ്റ്. അപ്പോൾ സ്പീക്കർ പോക്കറ്റ് ഇതിലുണ്ട്. രണ്ട് സൈഡിലായിട്ട് അത്യാവശ്യം ഡെപ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് പാഡിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റി ഒന്ന് നോക്കാം. ഇപ്പോൾ പാഡിങ് എന്ന് പറയുന്നത് ആന്റി അലർജറ്റിക് പാഡിങ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ പാഡിങ്ങിന്റെ ആ ഒരു ചിൻ കർട്ടനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. കാരണം മുന്നേ ഉള്ള ഒരു MTയുടെ മോഡലാണെങ്കിലും മിക്ക ഹെൽമെറ്റ്സിൽ നോക്കുമ്പോൾ നമുക്ക് മെഷ് ടൈപ്പ് ചിൻ കർട്ടനാണ് വരാറുള്ളത്. പക്ഷേ ഇതിൽ ഇത്തിരി അത്യാവശ്യം ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഒരു ഫീലുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പാഡിങ്ങിന്റെ ആ ഒരു ബാക്കിൽ വരുമ്പം ആ ഒരു നെക്ക് റോളിന്റെ അവിടെ റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാഡിങ് ഒക്കെ അത്യാവശ്യം ആ ഒരു പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലുണ്ട്. പിന്നെ ഇൻസൈഡ് ഇപ്പോൾ ചില ഹെൽമെറ്റ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻസൈഡ് വരുന്ന ആ ഒരു പോർഷൻ ഫുള്ള് കവേർഡ് ആയിരിക്കത്തില്ല. ഇതിൽ പക്ഷേ ആ ഒരു നിയോൺ ഗ്രീൻ കൊടുത്ത് അത് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ വൈസർ എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈസർ മെല്ലെ മേളിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്യുക. പിന്നെ ഇതിൻ്റെ റാച്ചറ്റ് ഊരാനെന്ന് പറഞ്ഞാൽ നോർമലി വരുന്നതെല്ലാം സ്റ്റാർ സ്ക്രൂ ആണ്. പക്ഷേ ഇതിൽ വരുന്നത് നമുക്ക് അലൻ കീ വരുന്ന ആ ഒരു സ്ക്രൂ ആണ്. നോർമലി ആ ഒരു സ്റ്റാർ സ്ക്രൂ വരുന്നത് കൂടുതലും റസ്റ്റിങ് ഞാൻ ഒരുപാട് ഹെൽമെറ്റിലും കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ആ ഒരു റസ്റ്റിങ് വരത്തില്ല എന്ന് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ കണ്ടിട്ട്. നമുക്ക് അലൻ കീ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു വൈസർ ഇതാണ്. അത്യാവശ്യം നല്ല ഡാർക്ക് തന്നെയാണ്. നമുക്ക് ആ ഒരു ലൈറ്റിലൊക്കെ വെക്കുമ്പോൾ മനസ്സിലാവും. കാരണം അത്യാവശ്യം നല്ല ഡാർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ വൈസർ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ പാഡിങ്സ് എങ്ങനെ വാഷ് ചെയ്യാനായിട്ട് റിമൂവ് ചെയ്യാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ആ ഒരു ചീക്കിൻ്റെ അവിടെ നമുക്ക് നോർമലി വരുന്ന പോലെ തന്നെ ആ ഒരു 3 ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആദ്യം ആ ഒരു ചീക്ക് റിമൂവ് ചെയ്യുക. രണ്ട് സൈഡിലും ബട്ടൺസ് നമ്മൾ ഇളക്കി. അപ്പം നമ്മൾ ആ ഒരു ചീക്ക് പാഡിൻ്റെ ബട്ടൺസ് എല്ലാം ഇളക്കി. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനിടയിൽ ആണ് നമ്മൾ ആ ഒരു പാഡിങ്ങിൻ്റെ ആ ഒരു ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അത് നമുക്ക് പയ്യെ റിമൂവ് ചെയ്തെടുക്കണം. കണ്ടല്ലോ അല്ലേ, 3 ബട്ടണാണ് വരുന്നത്. അടുത്ത ചീക്ക് പാഡും അതുപോലെ തന്നെ റിമൂവ് ചെയ്തെടുക്കുക പയ്യെ. പിന്നെ നമ്മൾ ഇതുപോലെ ഹെൽമെറ്റ് വെക്കുമ്പോൾ എന്തെങ്കിലും സോഫ്റ്റ് സർഫേസോ അതുപോലത്തുള്ളതിലോ അതിൽ മാക്സിമം നിങ്ങൾ വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ബെഡിൽ വെച്ച് റിമൂവ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ആ ഒരു ഹെൽമെറ്റിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് ആ ഒരു പാഡിങ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി മിക്കതിൽ ചില ഹെൽമെറ്റ്സിൽ നമുക്ക് നോക്കിയാൽ കാണാം. കാരണം അകത്ത് വരുന്ന ആ ഒരു EPS നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഫുള്ളി കവേർഡ് ആയിട്ടാണ് വരുന്നത്. ഇതിന് ആ ഒരു നിയോൺ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഇങ്ങനെ ആ ഒരു ഹെൽമെറ്റിൻ്റെ അകം നമ്മൾ കാണുന്നത് ഈ ഒരു രീതിക്കാണ് നമ്മൾ അകം കാണുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് നിയോൺ ഗ്രീൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അത് നല്ലൊരു പ്രീമിയം ഫീലുണ്ട് അതിന്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഹെൽമെറ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അപ്പം ഇപ്പോൾ കോവിഡ് ആണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പം മിക്കയിടത്തും ട്രയൽ, അതായത് ഒരുപാട് ഹെൽമെറ്റ് നമുക്ക് ട്രയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് പുതിയൊരു ബാലക്ലാവ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാലക്ലാവ വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. കാരണം ഇല്ലാതെ ഇപ്പം മിക്കയിടത്തും ട്രയലിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ അസ്പിഡയുടെ ബാലക്ലാവ ആണ്. ഇതൊരു കോവിഡ് കാരണം ഇപ്പോൾ ഒരു 40% ഓഫ് ഇട്ടിട്ടുണ്ട്. 550 ആണ് MRP. അപ്പോൾ നമുക്ക് ഒരു 330 കിട്ടും. അപ്പം ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് എപ്പോഴും ട്രൈ ചെയ്യാനായിട്ട് എടുക്കുമ്പം ഇതിൻ്റെ 2 സ്ട്രാപ്പ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബാക്കിൽ നിന്ന് വേണം, പുറകുവശത്തിൽ നിന്ന് വേണം നമ്മളിങ്ങനെ ഇടാൻ.
അപ്പം ഹെൽമെറ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ട്രൈ ചെയ്ത് അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. വണ്ടിയിലിരുന്ന് നോക്കി ആ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന രീതിക്ക് നോക്കി. അപ്പം അത്യാവശ്യം വ്യൂസും കാര്യങ്ങൾക്കും ഒന്നും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം പാഡിങ്ങും എല്ലാം നല്ല രീതിക്ക് തന്നെ നല്ല സ്നാങ്ക് ഫിറ്റ് ആയിട്ട് തന്നെ ഒരു ഫീൽ ഉണ്ട്. നല്ല ഒരു പ്രീമിയം ഫീൽ തന്നെ ഉണ്ട്. നോക്കുവാണെങ്കിൽ ഒരു 5000-നകത്ത് ഒരു ബഡ്ജറ്റ് ഹെൽമെറ്റ് നോക്കുവാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.